Group number 1, roll number 6 to 15. Chapter name Decision Theory. Decision theory is the theory about taking decisions. In statistics, decision theory includes a set of quantitative methods for arriving optimal decisions. An optimal decision following the logic of the theory is one which maximizes the expected utility. Thus, the idea of a decision theory is to make choices rational rather than by reducing them to kind of routine calculation. When more than one option is available, the decision maker chooses the best course of action in a non-random way by give prime importance to his goal. Hence, decision theory is concerned with goal-directed behavior in the presence of option. Before starting the decision-making process, we need some basic concept of decision theory. Following are the sum of elements in decision-making. ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ളൊരു തിയറിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസിഷൻ തിയറിയിൽ പറയുന്നത് ഒപ്റ്റിമൽ തീരുമാനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു കൂട്ടം അളവ് രീതികളെ ഉൾപ്പെടുത്തുന്നത്. ഒപ്റ്റിമൽ തീരുമാനം ഫോളോ ചെയ്യുന്നത് ലോജിക് ഓഫ് തിയറിയാണ്. പ്രതീക്ഷിക്കുന്ന യൂട്ടിലിറ്റി പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഒപ്റ്റിമൽ ഡിസിഷൻ. ഐഡിയ ഓഫ് എ ഡിസിഷൻ തിയറി ചോയ്സ് റാഷണൽ ദാൻ ബൈ. പതിവ് ചെയ്യുന്ന റൂട്ടീൻ കാൽക്കുലേഷൻ റെഡ്യൂസ് ചെയ്യുക, അളവ് കുറയ്ക്കുന്നതിനെയാണ്. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ലഭ്യമാകുമ്പോൾ ഡിസിഷൻ മേക്കർ തൻ്റെ ലക്ഷ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രമരഹിതമായ രീതിയിൽ മികച്ച പ്രവർത്തന രീതി തിരഞ്ഞെടുക്കുന്നതാണ്. ഡിസിഷൻ തിയറി ഓപ്ഷനുകളുടെ ലക്ഷ്യത്തിലേക്കുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില അടിസ്ഥാന ആശയങ്ങൾ തീരുമാനമെടുക്കുന്ന ആൾക്ക് ആവശ്യമാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ ചില എലമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. Decision maker. The decision maker is the person who is responsible for the selection of the best course of action from among the possible courses of action or available options. ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, തന്നിരിക്കുന്ന പോസിബിൾ കോഴ്സസ് ഓഫ് ആക്ഷനിൽ നിന്ന് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിനാണ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. പിന്നെ ഓൾട്ടർനേറ്റീവ്സ് ആർ typically the options that are open the decision maker at the time of decision. ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ ഡിസിഷൻ മേക്കേഴ്സിന് മുമ്പിൽ വരുന്ന കുറച്ച് കോഴ്സസ് ഓഫ് ആക്ഷൻ ആണ് ഓൾട്ടർനേറ്റീവ്സ്. ദ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ക്യാൻ ബി മോർ ഓർ ലെസ് വെൽ ഡിഫൈൻഡ്. നെക്സ്റ്റ്, events. The effect or outcome of a decision is not only based on which alternative course of action was selected or how it was carried out, but also depend on the factors which are outside the control of decision maker. ഏത് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്തോ എന്നത് മാത്രമല്ല, അതിൻ്റെ പുറമേ ഉള്ള ചില ഫാക്ടേഴ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട്. The effect or end result of the decision, which is often referred as states of nature, is called events. ഡിസിഷൻ്റെ എൻഡ് റിസൾട്ടിനെയാണ് സ്റ്റേറ്റ് ഓഫ് നാച്ചർ അല്ലെങ്കിൽ events എന്ന് പറയുന്നത്. ഡിസിഷൻ മെട്രിസസ്. ഡിസിഷൻ മെട്രിക്സ് is a standard tabular format for the evaluation of alternatives against the possible states of nature. അതായത്, സപ്പോസ് യുവർ ഫ്രണ്ട്സ് decided to open a temporary shop for a day in your village in connection with the local festival. You are considering 3 alternative proposals: to run a tea shop, to run an ice cream stall, or to run a candy shop. The success of these 3 actions depend upon the weather condition. The following is the decision matrix prepared for taking such a decision. അതായത്, സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓൾട്ടർനേറ്റീവ്സ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. ഹോട്ട് ക്ലൈമറ്റിൽ ഐസ്ക്രീം 20,000 പ്രോഫിറ്റാണ്, ടീ ഷോപ്പിൽ 2,000 പ്രോഫിറ്റ്, ക്യാൻഡി ഷോപ്പിൽ 4,000 പ്രോഫിറ്റാണ്. മോഡറേറ്റ് ക്ലൈമറ്റ് ആവുന്ന സമയത്ത് ഐസ്ക്രീം 4,000 ആവും, അപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്.
alternatives 5,000 profit, candy shop 6,000 profit. ഹെവി റെയിൻഫോൾ ആവുന്ന ടൈമിൽ ഐസ്ക്രീമിന് എന്ത് സംഭവിക്കും? ഡിക്ലൈൻ ചെയ്യും, 5,000 ആവും. അപ്പോൾ അവിടെ ലോസ് ആവുന്ന 10,000 ടീ ഷോപ്പിൽ പ്രോഫിറ്റ്, ക്യാൻഡി ഷോപ്പിൽ 5,000 പ്രോഫിറ്റ്. Payoff table. It denotes the table with the help of which the end result of each and every action can be ascertained in quantitative terms. A decision matrix can be prepared in quantitative terms also, whereas in payoff table, outcomes are expressed in figures rather than statements. In the above table, the end result of each and every proposals are expressed on not only in statement but also in figures. ഈച്ച് ആൻഡ് എവറി ആക്ഷൻ്റെ എൻഡ് റിസൾട്ടിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റണം. അതാണ് ഒരു പേ ഓഫ് ടേബിൾ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും ഫിഗേഴ്സ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. Next, uncertainty. Decisions are taken on the basis of some expectations. Starting an ice cream stall may be on the expectation of hot climate, but due to heavy rain, the decision become failure. Therefore, the decision taken may not be successful if the events are not happening as expected. Uncertainly, if the identifiedness of regarding the occurrence of the outcome, in order to get an idea about the responsibilities of different outcome, they are indicated in probabilities. ഇവിടെ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ബേസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുക, അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മളൊരു ഐസ്ക്രീം സ്റ്റാൾ ഓപ്പൺ ചെയ്യുകയാണ്, എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളൊരു ഹോട്ട് ക്ലൈമറ്റാണ്, പക്ഷേ ഹെവി റെയിൻ കാരണം നമ്മളെ ഡിസിഷൻ ഫെയിലിയറായി പോവുകയാണ്. അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റി പറയുക. ഇതിപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ കിട്ടുക പറയുക, പോസിബിൾ ഔട്ട്കംസിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുക, നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യുക പ്രോബബിലിറ്റീസിലാണ്. Next, regret table. A decision maker consider not only the possible loss but also the possible regret. Regret table or the opportunity loss table indicate the payoff of regret. ഒരു ഡിസിഷൻ മേക്കർ പോസിബിൾ ലോസ് മാത്രമല്ല പോസിബിൾ റിഗ്രറ്റ് കൂടെയാണ് കൺസിഡർ ചെയ്യുക. റിഗ്രറ്റ് ടേബിൾ ഓർ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുക പേ ഓഫ് റിഗ്രറ്റ് ആണ്. Illustration 1. A shopkeeper purchases newspaper at ₹10 and sells at ₹12. If he cannot sell those newspaper on the same day, it will become valueless. Based on his past experience, he knows that the demand varies from 10 to 50 newspaper per day. You are required to prepare a payoff table without considering opportunity loss and a payoff table by considering opportunity loss. ഒരു ഷോപ്പ് കീപ്പർ ന്യൂസ് പേപ്പർ 10 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് 12 രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അയാൾ അന്നേ ദിവസം തന്നെ അത് സെയിൽ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ലോസാണ് സംഭവിക്കുക. അത് അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് 10 to 50 വരെ വാല്യൂ ചെയ്യുന്നുണ്ട് പെർ ഡേ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പേ ഓഫ് ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്തിട്ടും ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്യാതെയും ഒരു പേ ഓഫ് ടേബിൾ പ്രിപ്പയർ ചെയ്യണം. Solution: profit per newspaper is 2 if all purchased newspaper are sold on the same day. His pays offs are 20, 22, 24, 26, 28, 30 respectively. The values are written diagonally in the table given below. If the demanded is less than the unit purchased for resale, he will suffer a loss at ₹10 per unit. His net pay off will be calculated as profit per unit x number of unit sold minus cost per unit x number of unit unsold. ഇവിടെ ന്യൂസ് പേപ്പറിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2ആണ്. 10 രൂപയ്ക്ക് അയാൾ ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് 12 രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2ആണ്. അയാൾ അന്ന് തന്നെയാണ് ആ ന്യൂസ് പേപ്പർ സെല് ചെയ്യുന്നതെങ്കിൽ അയാളുടെ പേ ഓഫ്സ് വരുന്നത് 20, 22, 24, 26, 28, 30 ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇൻറ്റു നമ്മുടെ പ്രോഫിറ്റായി 2 ചെയ്താൽ 20, അതേപോലെ തന്നെ 11 ഇൻറ്റു 2 22, 12 ഇൻറ്റു 2 24, 13 ഇൻറ്റു 2 26 ആൻഡ് 14 ഇൻറ്റു 2 28, 15 ഇൻറ്റു 2 30.
കറക്റ്റ് വാല്യൂസ് എല്ലാം നമ്മൾ ടേബിളിൽ ഡയഗണലി ആയിട്ട് റിട്ടേൺ ചെയ്യണം. അതേപോലെ തന്നെ അയാളുടെ റീസെയിൽ ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറവാണെങ്കിൽ അയാൾ ലോസ് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നെറ്റ് പേ ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എക്സ് നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ് എക്സ് നമ്പർ ഓഫ് യൂണിറ്റ് അൺസോൾഡ്. For example, if he purchased 15 pieces but he could sell 13 units only, his net payoff is 6 only. 15 പീസസ് പർച്ചേസ് ചെയ്തു, പക്ഷേ 13 യൂണിറ്റ്സ് മാത്രമേ സെല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഹിസ് നെറ്റ് പേ ഓഫ് 6 ഓൺലി. ഈ 6 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അൺസോൾഡ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ 6 എന്നുള്ള നെറ്റ് പേ ഓഫ് വന്നത്. അത് എങ്ങനെയാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഇലസ്ട്രേഷനിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് പേപ്പർ പർച്ചേസ് ചെയ്ത 10 റുപ്പീസിനും അത് സെല്ല് ചെയ്ത് 12 റുപ്പീസിനുമാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് 2 റുപ്പീസാണ് കിട്ടുന്നത്. അപ്പോൾ ആ 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആയിട്ട്. പിന്നെ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് he could sell 13 units only. അപ്പോൾ അങ്ങനെ 13 ആൻഡ് മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു ന്യൂസ് പേപ്പറിന് 10 റുപ്പീസ് ആണെന്ന് ഇലസ്ട്രേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ 10 ആൻഡ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അൺസോൾഡ്. അൺസോൾഡ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 15 പീസസ് പർച്ചേസ് ചെയ്തു, 13 യൂണിറ്റ്സേ സെല്ല് ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ബാക്കി അൺസോൾഡ് ആയിട്ട് 2 പീസസ് ആണ് അവിടെ അൺസോൾഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുന്നത്. അതാണ് നെറ്റ് പേ ഓഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ അടുത്തത് ഇഫ് ഹി purchased 14 pieces but he could sell 11 units only, his net payoff will be a loss of 8 rupees. അതും നമ്മൾ പ്രീവിയസ് കാൽക്കുലേഷൻ പോലെ തന്നെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് 2, നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് വന്നിട്ട് 11 യൂണിറ്റ്സ് ആണ് സെൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ മൈനസ് കോസ്റ്റ് പെർ യൂണിറ്റ് 10 ആൻഡ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് അൺസോൾഡ് വന്നിട്ട് 14 മൈനസ് 11 3. അപ്പോൾ ആ കാൽക്കുലേഷൻ നോക്കുമ്പോൾ 8 ആണ് കിട്ടുന്നത് ആൻഡ് ദാറ്റ് ഈസ് എ ലോസ്. പിന്നെ അടുത്തൊരു ടേബിളാണ് വരുന്നത്, പേ ഓഫ് ടേബിൾ വിത്തൗട്ട് കൺസിഡറിങ് റിഗ്രറ്റ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എഴുതിയിട്ടുണ്ട് ഓൾ ദ ഫിഗേഴ്സ് ഓഫ് ദി അപ്പർ റൈറ്റ് പോർഷൻ ഓഫ് ദി ഷെയ്ഡഡ് സെൽസ് ഇൻ ബോത്ത് ദ ഫോളോയിങ് ടേബിൾസ് ആർ ഫിൽഡ് അപ്പ് ബേസ്ഡ് ഓൺ സച്ച് കാൽക്കുലേഷൻ. അതായത് ഈ ടേബിളിൻ്റെ പറയുന്നുണ്ട് ഡയഗണലായിട്ട് വന്ന ഷെയ്ഡഡ് സെൽസ്, അതായത് ഈ 20, 22, 24, 26, 28, 30 ഈ ഡയഗണൽ ഷെയ്ഡഡ് സെൽസിൻ്റെ മുകളിലുള്ള നമ്പേഴ്സൊക്കെ ഈ തരത്തിലുള്ള ഈ കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടാണ് ആ നമ്പേഴ്സൊക്കെ വന്നതെന്നാണ് പറയുന്നത്. പിന്നെ ആ ഡയഗണൽ ഷെയ്ഡ്സിൻ്റെ ഈ ഡയഗണൽ നമ്പേഴ്സിൻ്റെ താഴെ തന്ന നമ്പേഴ്സൊക്കെ ആ സെയിം നമ്പേഴ്സാണ്. അത് ഈ ഡിസിഷൻ മേക്കർ ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമ്പേഴ്സൊക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് പേ ഓഫ് ടേബിൾ വിത്തൗട്ട് കൺസിഡറിങ് ഓപ്പർച്യൂണിറ്റി ലോസ്. അതായത് ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്യാത്ത ഒരു സിറ്റുവേഷനിൽ പേ ഓഫ് ടേബിൾ എങ്ങനെയാണെന്നാണ് അതിൽ പറയുന്നത്. ഇഫ് ദ ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ്, വാല്യൂസ് ടു ബി ഫിൽഡ് അണ്ടർ ഈ ഷെയ്ഡഡ് സെൽസ് ഇൻ എ പേ ഓഫ് ടേബിൾ ആർ സെയിം. അത് നേരത്തെ പറഞ്ഞ പോലെ ആ ടേബിളിൽ ഉള്ള ഡയഗണൽ സെൽസിൻ്റെ താഴെയുള്ള നമ്പേഴ്സൊക്കെ സെയിം ആയിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്യാത്ത സിറ്റുവേഷനിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സൊക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ബ്രാക്കറ്റിൽ പറയുന്നത് സെൽസ് ഫ്രം ലെഫ്റ്റ് ബോട്ടം കോർണർ ടു ബോട്ടം റൈറ്റ് കോർണർ സെയിം 20, 22 ആ നമ്പേഴ്സ് തന്നെ. For example, if he purchased 11 pieces but the demand was for 12 units, his net payoff is rupees 22. 11 pieces purchase ചെയ്തു, ബട്ട് ഡിമാൻഡ് 12 യൂണിറ്റ്സിനായിരുന്നു ഡിമാൻഡ്. അപ്പോൾ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ₹2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇലസ്ട്രേഷനിൽ. പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ് 11 പീസസ് ആണ്. അപ്പോൾ 2 × 11 22 ആണ് നെറ്റ് പേ ഓഫ് ആയിട്ട് വരുന്നത്.
പിന്നെ if he purchased 11 pieces but the demand was for 15 units, his net payoff remains the same as 22. ഇതിലും പ്രോഫിറ്റ് പെർ യൂണിറ്റ് 2ഉം പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡും 11 ആയതുകൊണ്ട് 22 തന്നെയാണ് വരുന്നത്. ഡിമാൻഡ് 15 ആയ കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്, സെയിം ആണ്. ദാറ്റ് ഈസ് പേ ഓഫ് ദ ഡിമാൻഡ് for 12, 13, 14 and 15 units are same as that of 11 units sold if he does not consider opportunity loss. That is, opportunity loss consider ചെയ്യാത്ത സിറ്റുവേഷനിൽ 11 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് 12, 13, 14 അല്ലെങ്കിൽ 15 യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. Preparation of regret table by considering opportunity loss. If the quantity purchased for and quantity demanded are same, there will not be any loss or regret. Therefore, the value of all cells from top left corner to bottom right corner will be 0. If the actual sale is less than the unit purchased for resale, he will suffer a loss at ₹10 per unit. Therefore, each cell towards top increases at ₹10. ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തതും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തതും സെയിം ആണെങ്കിൽ അവിടെ ഒരു ലോസോ റിഗ്രറ്റോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സെൽസ് ഫ്രം ടോപ്പ് ലെഫ്റ്റ് കോർണർ ടു ബോട്ടം റൈറ്റ് കോർണർ വരെ ഉള്ള എല്ലാ സെല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. യൂണിറ്റ് പർച്ചേസ് ഫോർ റീസെയിലിനെക്കാട്ടും ആക്ച്വൽ സെയിൽ കുറവാണെങ്കിൽ അവിടെ ഒരു ലോസ് ഉണ്ടാവും at ₹10 per യൂണിറ്റ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള എല്ലാ സെല്ലും at ₹10 വെച്ചിട്ട് ഇൻക്രീസും ചെയ്യും. Example, if he purchased units for 11 pieces and demand was for 15 units, the regret after considering the opportunity is ₹2 into bracket open 15 minus 11 bracket close equal to 8. Similarly, if the purchased units were 10 pieces and demand was for 14 units, the net payoff after considering the opportunity is ₹2 into bracket open 14 minus 10 bracket close equal to 8. Therefore, each cells towards bottom from diagonal cells decreases at ₹2. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വാങ്ങിയ യൂണിറ്റുകൾ 11 പീസസ് ആണെങ്കിൽ ഡിമാൻഡ് 15 യൂണിറ്റ്സ് ആവുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ₹2 ബ്രാക്കറ്റ് ഓപ്പൺ 15 minus 11 ബ്രാക്കറ്റ് ക്ലോസ് ഈക്വൽ ടു ₹8 ആണെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നു. യൂണിറ്റുകൾ 10 പീസസ് ആയിരുന്നു, 14 യൂണിറ്റ്സ് ആണ് ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഈസ് ₹2 ബ്രാക്കറ്റ് ഓപ്പൺ 14 minus 10 ബ്രാക്കറ്റ് ക്ലോസ് ഈക്വൽ ടു ₹8 ആണെന്ന് കണക്കാക്കിയ ശേഷം ഉള്ളതാണ് ഈ നെറ്റ് പ്രോഫിറ്റ്. അതിനാൽ ഡയഗണൽ സെൽസുകളിൽ നിന്ന് താഴെയുള്ള ഓരോ സെല്ലുകളും at ₹2 എന്ന നിരക്കിൽ കുറയുകയും ചെയ്യുന്നു. As mentioned earlier, while preparing a regret table, the decision maker considers not only the possible loss but also the possible regret. If he considers opportunity loss, each value to be filled in the cells below the diagonal cells will be different. അതായത് ഒരു റിഗ്രറ്റ് ടേബിൾ തയ്യാറാക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസിഷൻ എടുക്കുന്ന ആൾ പോസിബിൾ ലോസ് മാത്രമല്ല പോസിബിൾ റിഗ്രറ്റും പരിഗണിക്കുന്നുണ്ട്. അയാൾ ഓപ്പർച്യൂണിറ്റി ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഡയഗണൽ സെൽസുകൾക്ക് താഴെയുള്ള സെല്ലുകളിൽ ഫില്ല് ചെയ്യേണ്ട ഓരോ വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, if he purchased 11 pieces but the demand was for 15 units, he could earn a profit of ₹22 by selling all the units he purchased for resale. അതായത് അദ്ദേഹം 11 പീസസ് വാങ്ങിയിട്ടുണ്ടെങ്കിലും 15 യൂണിറ്റുകൾക്കാണ് ഡിമാൻഡ് ഉള്ളത്. റീസെയിലിനായിട്ട് വാങ്ങിയ എല്ലാ യൂണിറ്റുകളും വിൽക്കുന്നത് വഴി ₹22 ലാഭം നേടാനും കഴിയുന്നുണ്ട്. But at the same time, he may think like this: if I had purchased 15 units, I could have earned ₹13. Due to my wrong decision, I lost a profit of ₹8. അതായത് ഇതേ സമയം അയാൾ മറ്റൊരു രീതിയിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത്
ഞാൻ 15 യൂണിറ്റ് വാങ്ങിയിരുന്നു എങ്കിൽ എനിക്ക് 30 രൂപ ഏൺ ചെയ്യാൻ കഴിയുമായിരുന്നു. എൻ്റെ തെറ്റായ തീരുമാനം കാരണം എനിക്ക് 8 രൂപയുടെ പ്രോഫിറ്റ് ലോസ് ഉണ്ടായി. In this case, the value of his regret is ₹8, which is also called opportunity loss because he lost an opportunity of earning an additional profit of ₹8 by taking a wrong decision. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റിഗ്രറ്റ് വാല്യൂ 8 രൂപയാണ്. ഇതിനെ ഓപ്പർച്യൂണിറ്റി ലോസ് എന്നും പറയുന്നു. കാരണം തെറ്റായ തീരുമാനം എടുത്തുകൊണ്ട് 8 രൂപയുടെ അഡീഷണൽ പ്രോഫിറ്റാണ് അയാൾ നേടുന്നത്. The values to be filled up in the lower left cells under diagonal cells are calculated as അതായത് ഡയഗണൽ സെൽസിന് കീഴിലുള്ള താഴത്തെ ഇടത് സെല്ലുകളിൽ ഫില്ല് ചെയ്യേണ്ട വാല്യൂ ഇനി പറയുന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. Profit opportunity loss per unit excesses quantity demand over actual purchase. അതായത് പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ പെർ യൂണിറ്റ് എക്സ് ആക്ച്വൽ പർച്ചേസിനേക്കാൾ എക്സസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു.